Hi guys, and welcome to today's session of the Hindu Decode by Geoid. നമ്മളിന്ന് എടുത്തിരിക്കുന്നത് നമ്മുടെ ആദ്യത്തെ ന്യൂസ് ഈ പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറിയൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസാണ്. നമ്മുടെ ഒരു ഹിമാലയൻ റീജിയൻ്റെ ഒരു വൾണറബിലിറ്റിയെ പറ്റിയിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജോഗ്രഫിയിൽ ജി എസ് പേപ്പർ 1 ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ജി എസ് പേപ്പർ 3 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഈ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്സും ഈ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ആൻഡ് ഈ ഒരു വൾണറബിലിറ്റി അനാലിസിസ് ഓഫ് ഹിമാലയൻ സ്റ്റേറ്റ്സ്. നമുക്ക് ഈ ഒരു ന്യൂസിലോട്ട് പോകുമ്പോൾ 1950 ആ ഒരു ഗ്രേറ്റ് ആസാം എർത്ത് ക്വേക്കിൻ്റെ ആ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, ഈ ഒരു റിക്ടർ സ്കെയിലിൽ മാഗ്നിറ്റ്യൂഡ് 8.6 രേഖപ്പെടുത്തിയ വളരെ മോശം എർത്ത് ക്വേക്കിൽ ഒന്നാണത്. ഓക്കെ, ഇറ്റ് ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് എർത്ത് ക്വേക്സ് എവർ റെക്കോർഡഡ് ഓൺ ലാൻഡ് ഗ്ലോബലി. ഓക്കെ, ഇത് നടന്നത്, ഇതിൻ്റെ ലൊക്കേഷൻ, ഇതിൻ്റെ ഒരു ഉറവിടം എവിടെയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ പ്ലേറ്റും യൂറേഷ്യൻ പ്ലേറ്റും കൂടിയിട്ട് കൊളൈഡ് ചെയ്യുന്ന ആ ഒരു സ്ഥലത്താണ്, ആ ഒരു ഹിമാലയൻ ബെൽറ്റിലാണ്. ഓക്കെ, ആ ഒരു കൊളിഷൻ സോണിലാണ് ഈ ഒരു എർത്ത് ക്വേക്ക് വന്നത്. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഏകദേശം അക്രോസ് ഇന്ത്യ, ഇറ്റ് ഹാസ് ഡെവസ്റ്റേറ്റഡ് ആൻ ഏരിയ ഓഫ് അറൌണ്ട് 3 million square kilometers അക്രോസ് ഇന്ത്യ, ടിബറ്റ്, മ്യാൻമാറിലെ ചില ഭാഗങ്ങളെല്ലാം ബാധിച്ചിട്ടുണ്ട്. ഈ ഒരു റീജിയൺ ഇപ്പോഴും വളരെയധികം കേപ്പബിൾ ആണ്. ഹൈ റിസ്ക് സ്ഥലമാണത്. ഓക്കെ, ഇറ്റ് ഈസ് സ്റ്റിൽ കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് എക്സ്ട്രീംലി ലാർജ് ക്വേക്സ്. ഓക്കെ, ഇന്ത്യൻ പ്ലേറ്റ് ഈ യുറേഷ്യൻ പ്ലേറ്റുമായിട്ട് കൊളൈഡ് ചെയ്യുകയാണ്. ഓക്കെ, ഈ ഒരു സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മുടെ ഹിമാലയാസ് ഉണ്ടാക്കിയത്. ഏകദേശം ഒരു വർഷം അപ്രോക്സിമേറ്റ്ലി ഒരു 20 millimeter per year ആ ഒരു ആവറേജ് റേറ്റിൽ ആ ഒരു മൂവ്മെന്റ് അവിടെ നടക്കുന്നുണ്ട്. ഈസ്റ്റേൺ ഹിമാലയാസിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ 20 millimeter ആണെന്നുണ്ടെങ്കിൽ ഈസ്റ്റേൺ ഹിമാലയാസിൽ ഒരു 10 മുതൽ 38 millimeter per yearലാണ് മൂവ്മെന്റ് നടക്കുന്നത്. ഓക്കെ, ആ ഒരു സ്ട്രെസ് അവിടെ ബിൽഡപ്പ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഈ ഒരു കൺവേർജൻസ് ഒരു ടൈപ്പ് ഓഫ് എനർജി അവിടെ ക്രിയേറ്റ് ചെയ്യും. അത് എർത്തിന്റെ ക്രസ്റ്റിൽ സ്റ്റോർ ആയിട്ട് ഇരിക്കും. അത് സഡൻ ആയിട്ട് അത് റിലീസ് ആവുന്ന സമയത്ത് അത് എർത്ത് ക്വേക്സ് ആയിട്ടായിരിക്കും ഇത് പുറത്തേക്ക് വരുന്നത്. ഓക്കെ, ജിയോളജിക്കൽ സ്റ്റഡീസ് പറയുന്നത് ദി ഫോൾട്ട് ലൈൻ ഇൻ ദി ഈസ്റ്റേൺ ഹിമാലയാസ് ഇറ്റ് ക്യാൻ സ്റ്റിൽ പ്രൊഡ്യൂസ് എർത്ത് ക്വേക്സ് എന്നുള്ളതാണ്. ഓക്കെ, 1950 ഉണ്ടായിട്ടുള്ള എർത്ത് ക്വേക്സ് പോലെ അതിനേക്കാളും മോശമായിട്ടുള്ള എർത്ത് ക്വേക്സ് ആ ഒരു ഏരിയയിൽ, ഈ ഒരു കൊളിഷൻ സോണിൽ ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് എന്നാണ് ജിയോളജിക്കൽ സ്റ്റഡീസ് പറയുന്നത്. ഇത് വളരെ അൺപ്രഡിക്റ്റബിൾ ആണ്, അതാണ് വേറൊരു പ്രശ്നം. ഓക്കെ, ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് ആണ് നമ്മൾ പറയുന്നത്. മോഡേൺ സയൻസിന് പോലും ഇതിന്റെ കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻ അല്ലെങ്കിൽ ടൈം നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. 1950s വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈ ഒരു റീജിയൺ ഇറ്റ് ഈസ് മോർ വൾണറബിൾ ദാൻ 1950s. വളരെ ഡെൻസർ പോപ്പുലേഷൻ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. മോഡേൺ സിറ്റീസ് വിത്ത് കോംപ്ലക്സ് ഇൻഫ്രാസ്ട്രക്ചർ, അതൊരു പ്രശ്നമാണ്. പിന്നെ ഈ എർത്ത് ക്വേക്സിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ തക്കുള്ളൊരു സ്ട്രക്ചറിലൊന്നും അല്ല ആ ഒരു ബിൽഡിങ്സ് ഉണ്ടാക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു ഡൽഹി ഏരിയയുടെയൊക്കെ ആ ഒരു സീസ്മിക് സോണിൽ പെടുന്നതാണ് ഡൽഹിയൊക്കെ. അവിടെയുള്ള ആ ഒരു ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. ഒരു തരത്തിലുള്ള സേഫ്റ്റി മെഷേഴ്സ് ഒന്നും ഇല്ലാതെയാണ് അവിടെ ബിൽഡിങ്സ് ഇവർ കെട്ടിപ്പോക്കുന്നത്. ഈ ഒരു GPS മെഷർമെന്റിൽ ഈ ഒരു കൺവേർജൻസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ദ സ്ട്രെസ് ഈസ് അക്യുമുലേറ്റിംഗ് ദെയർ. ഓക്കെ, GPS മെഷർമെന്റ് കൺഫേംസ് പ്ലേറ്റ്സ് ആർ സ്റ്റിൽ കൺവേർജിങ്. പിന്നെ ഈ സ്ട്രെസ് അക്യുമുലേഷൻ സോൺസ് ഇതൊരു സ്പ്രിങ് പോലെയാണ്. ഓക്കെ, ഇറ്റ് ഈസ് ലൈക്ക് എ സ്പ്രിങ് ബീങ് വൂണ്ട് അപ്പ്, ഇവഞ്ച്വലി ഇറ്റ് വിൽ സ്നാപ്പ്. ഇവിടെ നമുക്കൊരു പ്രിപ്പയർനെസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇങ്ങനെയുള്ള സോണുകളിൽ, അതായത് അവിടെ എന്ത് തരത്തിലുള്ള ടൈപ്പ് ഓഫ് ബിൽഡിംഗ് ആണ് വേണ്ടത് എന്നുള്ളതിന് ദർ ഹാവ് ബീൻ സം ബിൽഡിംഗ് കോഡ്സ്. ഓക്കെ, അത് ആ ഒരു ബിൽഡിംഗ് കോഡുകൾ അത് സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഈ സീസ്മിക് സോൺസിലുള്ള സ്ട്രക്ചേഴ്സ് ഇൻ ദി സീസ്മിക് സോൺ ഇറ്റ് മസ്റ്റ് ബി എർത്ത് ക്വേക്ക് റെസിസ്റ്റന്റ്. പിന്നെ കമ്മ്യൂണിറ്റി പ്രിപ്പയർനെസ് ആണ്, ഒരു അവയർനെസ്സും ഡ്രില്ലുകളും കാര്യങ്ങളൊക്കെ നടക്കുക. എങ്ങനെ ഇത് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഇവാക്യുവേഷൻ നമ്മളെങ്ങനെ സെറ്റ് ആക്കും എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നല്ലൊരു അവബോധം ആൾക്കാരിൽ ഉണ്ടാക്കുക. പിന്നെ മോണിറ്ററിംഗ് സിസ്റ്റം, GPS നെറ്റ്വർക്കും സീസ്മിക് സെൻസേഴ്സും ഏർലി വാർണിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ വയ്ക്കുക. ഓക്കെ, അതേപോലെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഈ ഒരു ഹൈ റിസ്ക് ഉള്ള സോൺസിലൊന്നും പോയിട്ട് ബിൽഡിങ്സ് ഒന്നും പണിയാതിരിക്കുക. ഓക്കെ, ആ ഒരു ലാൻഡ് യൂസ് പ്ലാനിങ് അതൊക്കെ മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുവിധം നമുക്ക് രക്ഷപ്പെടാം. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ന്യൂസ്, വിച്ച് ഈസ് Jaishankar to visit Moscow, Wang Yi to be in Delhi. This is essentially about India's multi-alignment diplomacy. Okay, നമ്മുടെ Jaishankar, he will be visiting Moscow on August 21st.
റഷ്യ നമുക്കറിയാം, റഷ്യ ഇന്ത്യയുടെ ഒരു ലോങ് ടൈം ഡിഫൻസ് ആൻഡ് എനർജി പാർട്ട്ണറാണ്. ഓക്കെ, നമുക്ക് ഈ വെസ്റ്റേൺ പ്രഷർ ഉണ്ടായിട്ട് പോലും ഈ ഒരു റഷ്യ യുക്രൈൻ വാറിന് ശേഷം നമുക്ക് വെസ്റ്റേൺ പ്രഷർ ഉണ്ടായിട്ട് കൂടി ഇന്ത്യ സ്റ്റിൽ ഇമ്പോർട്ട് ഡിസ്കൗണ്ടഡ് റഷ്യൻ ഓയിൽ അല്ലേ. അതേപോലെ നമ്മുടെ S-400 ഒക്കെ റഷ്യയുടെ ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു ഡിഫൻസ് എക്യുപ്മെന്റ്സിൽ നമ്മൾ റഷ്യൻ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ചൈനീസ് ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള ഈ വാങ് പുള്ളി ന്യൂഡൽഹി വിസിറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് ഷോയിങ് ഇന്ത്യ ഈസ് വില്ലിംഗ് ടു കീപ് ദി ചൈന ഡയലോഗ് ലൈവ്. ഓക്കെ, നമുക്ക് ഈ ഒരു ബോർഡർ ടെൻഷൻസ് ഉണ്ടെങ്കിൽ കൂടി ഒരു വി നീഡ് ടു അവോയ്ഡ് എസ്കലേഷൻസ് അല്ലേ, ആൻഡ് വി നീഡ് ടു എക്സ്പ്ലോർ ദി കോഓപ്പറേഷൻ വെറെവർ പോസിബിൾ. ഇന്ത്യയും US-ഉം തമ്മിലുള്ള ഈ ഒരു ട്രേഡ് റിലേഷൻസ് ഇപ്പോൾ നമുക്കറിയാം വളരെയധികം മോശമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ തിരിച്ച് US-ൻ്റെ അടുത്തോട്ട് തന്നെ പോവും. ഓക്കെ, US-നെ അങ്ങനെ അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് പിണക്കിയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. ഓക്കെ, US-ഉം ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ഏകദേശം ഒന്ന് നൈസായിട്ട് ഒതുങ്ങിയ പോലെയാണ്. പക്ഷെ എന്നാലും അവർ തമ്മിലുള്ള ഒരു ട്രേഡ് ടെൻഷൻസ് ഇപ്പോഴും ഉണ്ട്. റഷ്യയുടെ മേലെ വെസ്റ്റേൺ സാങ്ഷൻസ് ഉണ്ട്. സോ ഇന്ത്യ വാണ്ട്സ് ടു സ്റ്റേ ന്യൂട്രൽ ആൻഡ് ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, ഇപ്പോൾ ഒരു സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ചൈനയായിട്ട് നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ, ഇവൻ ദോ ഓപ്പറേഷൻ സിന്ദൂർ റിവൈവ്ഡ് ദി മെമ്മറീസ് ഓഫ് ഗൽവാൻ ആൻഡ് ഡോക്ലാം, ഇന്ത്യ പ്രിഫേഴ്സ് എ മിക്സ് ഓഫ് മിലിറ്ററി റെഡിനെസ് പ്ലസ് ഡിപ്ലോമാറ്റിക് ടോക്സ്. ഓക്കെ, അതാണ് നമ്മൾ ഈ ഒരു ടെൻഷൻസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് നോക്കുന്ന വഴികൾ. ഒന്ന് നമ്മൾ മിലിറ്ററി വൈസ് നമ്മൾ സെറ്റ് ആവുക, പിന്നെ ഒരു ഡിപ്ലോമാറ്റിക് ടോക്സിലൂടെ ഈ ഒരു ടെൻഷൻസ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ വി നീഡ് ടു മെയിൻറ്റെയിൻ ദി റഷ്യൻ ടൈസ്. ഓക്കെ, വെസ്റ്റേൺ പ്രഷർ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് റഷ്യനെ നമുക്ക് ഒരിക്കലും അങ്ങനെ പിണക്കാൻ പറ്റില്ല. റഷ്യ ഈസ് സ്റ്റിൽ എ ടോപ്പ് ആം സപ്ലയർ ടു അസ്. ഓക്കെ, നമ്മുടെ ഒരു UN-ലൊക്കെ നമ്മുടെ ഒരു മെയിൻ സ്ട്രാറ്റജിക് പാർട്ട്ണറാണ് റഷ്യ. ഇന്ത്യ റഷ്യനെ അബണ്ടൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി റിസ്കിങ് ലൈക്ക് മോസ്കോ വിൽ ഗോ ക്ലോസർ ടു ബീജിങ്. ഓക്കെ, മോസ്കോവും ബീജിങ്ങും അത്രയും അടുത്ത് വരുന്നത് നമുക്കധികം ഗുണം ചെയ്യില്ല. ഓക്കെ, സോ വി നീഡ് ടു ബാലൻസ് ബിറ്റ്വീൻ മേജർ പവേഴ്സ്. ഇന്ത്യക്ക് ട്രേഡും വേണം, ടെക്നോളജിയും വേണം, സെക്യൂരിറ്റി ടൈപ്പും വേണം. ആരുമായിട്ട് US-ഉം യൂറോപ്പും ഒക്കെ ആയിട്ട് നമുക്ക് വേണം. അതോടൊപ്പം തന്നെ ഈ എനർജിയും ഡിഫൻസും. ഓക്കെ, റഷ്യയുടെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന ഓയിലും അതേപോലെ തന്നെ നമ്മുടെ ഡിഫൻസ് എക്യുപ്മെന്റ്സും അതൊരിക്കലും നമുക്ക് നഷ്ടപ്പെടുത്താനും കഴിയില്ല. ചൈനയായിട്ട് ഇപ്പോൾ ചൈനനെയും നമുക്ക് ഒരിക്കലും അവരെ അവോയ്ഡ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അങ്ങനെ ചൈനയെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വിട്ട് കഴിഞ്ഞാൽ, ചൈന പാകിസ്ഥാനുമായിട്ട് ഒരുപാട് ക്ലോസ് ആയി കഴിഞ്ഞാൽ നമുക്കറിയാലോ ആ ഒരു 2 ഫ്രണ്ട് വാറിന്റെ റിസ്ക് ഉണ്ട്. ഓക്കെ, സോ ബാക്ക്ഗ്രൗണ്ട് ടെൻഷൻസ് നമുക്കറിയാം. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ആ ഒരു ബോർഡർ ഡിസ്പ്യൂട്ട്സ് ഇറ്റ് ഈസ് ഫാർ ഫ്രം റിസോൾവ്. ഓക്കെ, പാകിസ്ഥാൻ ഫാക്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനുമായിട്ട് ചൈന കൂടുതൽ ക്ലോസ് ആയി കഴിഞ്ഞാൽ അതും നമുക്ക് നല്ലതല്ല. ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ പോലെയുള്ള മീറ്റിങ്ങുകളൊക്കെ ഇറ്റ് ബ്രിങ്സ് ടുഗെദർ ഇന്ത്യ, ചൈന, റഷ്യ, പാകിസ്ഥാൻ ആൻഡ് അതർ സെൻട്രൽ ഏഷ്യൻ സ്റ്റേറ്റ്സ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് മേക്കിംഗ് ഇറ്റ് എ ന്യൂ വെന്യൂ ഫോർ ഡെലിക്കേറ്റ് ഡിപ്ലോമസി. So we will move on to the next news, which is government tweaks export plan as US ups the trade and. സോ ഇത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു എക്സ്പോർട്ട് പ്രൊമോഷൻ മിഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ന്യൂസാണ് ടു കൗണ്ടർ ദി US ടാരിഫ്. സോ നമുക്കറിയാം നമുക്ക് അമേരിക്ക ഒരു 25% എക്സ്ട്രാ ടാരിഫും കൂടി തന്നിട്ടുണ്ട്. ഓക്കെ, സോ വൈ ഇസ് ഇറ്റ് എ പ്രോബ്ലം എന്ന് ചോദിച്ചാൽ നമ്മുടെ മേജർ എക്സ്പോർട്ട്സ്, ഓക്കെ, US-ലോട്ട് നമ്മൾ മെയിനായിട്ട് അയക്കുന്ന സാധനങ്ങൾ ടെക്സ്റ്റൈൽസ്, organic chemicals, machineries, medicines and all, it became more expensive in the US market അല്ലേ. ആ ഒരു കോമ്പറ്റേറ്റീവ്നെസ് അത് വളരെയധികം റെഡ്യൂസ് ആയിരിക്കുകയാണ്. സോ ഇതിൻ്റെ ആ ഒരു എത്രത്തോളം ഇത് ബാധിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഏകദേശം $87 ബില്യൺ അടുത്ത് വില വരുന്ന സാധനങ്ങൾ നമ്മൾ US-ലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ $87 മില്യൺ പ്രശ്നത്തിലാണ്. ഓക്കെ, അതാണ് ആ ഒരു സ്കെയിൽ ഓഫ് ഇമ്പാക്റ്റ്. ഗവൺമെന്റിന്റെ ഈ ഒരു പോളിസി റെസ്പോൺസ് എടുക്കുമ്പോൾ ഈ ഒരു എക്സ്പോർട്ട് പ്രൊമോഷൻ മിഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഏകദേശം ഒരു 20,000 കോടി, അറൗണ്ട് $2.27 ബില്യൺ, അതായത് അത്രത്തോളം എമൗണ്ട് കൊടുക്കുന്നതായിരിക്കും. അതായത് ടു സേവ് ദി എക്സ്പോർട്ടേഴ്സ്. ഇറ്റ് വിൽ ബി ലോഞ്ച്ഡ് ഓൺ സെപ്റ്റംബർ 2025. ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു 2,250 crore പാസ്സാക്കിയിട്ടുണ്ട്. സോ ഇതിന്റെ ഗോൾ എന്താന്ന് പറഞ്ഞാൽ മെയിനായിട്ട് it is to provide quick financial and operational supports to the exporters, especially ഈ ഒരു മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിനെ. ഓക്കെ, സോ അവർക്ക് ആ ഒരു നഷ്ടം ഒരുപാട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആ ഒരു ടാർഗറ്റഡ് സപ്പോർട്ട് ഫോർ ദി MSMEs വിച്ച് ഈസ്
These measures aims to cushion the smaller exporters who are most vulnerable. ഓക്കെ, ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുക ഈ ചെറുകിട സംരംഭകരെ ആയിരിക്കും. ഈ MSME-ലൊക്കെ ഉള്ള ആൾക്കാരെയാണ് മെയിനായിട്ട് ബാധിക്കാൻ പോകുന്നത്. സോ ഇവർക്കൊരു ക്രെഡിറ്റ് ഗ്യാരണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരു 100 കോടി അപ് ടു 100 കോടിയുടെ അടുത്ത് വരുന്ന ലോണുകൾ നമ്മൾ അവർക്ക് കൊടുക്കും. ഓക്കെ, സോ ദി ബാങ്ക്സ് ആർ നൗ വില്ലിംഗ് ടു ഗീവ് MSMEs മോർ ലോൺസ്. പിന്നെ ഫാസ്റ്റർ ക്ലിയറൻസ്. ഓക്കെ, ഈ ഒരു എക്സ്പോർട്ട് ഡോക്യുമെന്റേഷനും അപ്രൂവലും ഒക്കെ നമ്മൾ ഫാസ്റ്റായിട്ട് ചെയ്ത് വിടുന്നതായിരിക്കും. ഒരു തരത്തിലുള്ള ഡിലേയോ കാര്യങ്ങളൊന്നും വരത്തില്ല. പിന്നെ എക്സ്പോർട്ട് ഇൻസെൻറ്റീവ്സ് ആൻഡ് സബ്സിഡീസ്. ഓക്കെ, വിൽ ബി പ്രൊവൈഡിങ് ദി ഫിനാൻഷ്യൽ എയ്ഡ് ടു ഹെൽപ്പ് ദി ഓഫ്സെറ്റ് ലോസസ് ഫ്രം ടാരിഫ്. ഓക്കെ, ടാരിഫ് മൂലം വരുന്ന ആ ഒരു നഷ്ടം അത് നികത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ എയ്ഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. And we will be enabling exporters to get immediate payment for goods sold overseas through factoring companies. ഓക്കെ, അതായത് ഇവർ വിറ്റ സാധനങ്ങൾക്ക് അപ്പം തന്നെ ഇമീഡിയറ്റ് പേയ്മെൻറ്റ് കിട്ടാനുള്ള എല്ലാ പരിപാടിയും നമ്മൾ ഉറപ്പുവരുത്തുന്നതായിരിക്കും. സോ ഇതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ സ്ട്രാറ്റജി എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു മൾട്ടി മിനിസ്റ്റീരിയൽ കോർഡിനേഷൻ ഇവിടെ വളരെയധികം ആവശ്യമാണ്. നമ്മുടെ മിനിസ്ട്രി ഓഫ് കോമേഴ്സും ഫൈനാൻസും MSMEയും ടെക്സ്റ്റൈലും ഫിഷറീസും ഇവരെല്ലാവരും കൂടി ഒരുമിച്ചായിരിക്കും വർക്ക് ചെയ്യാൻ പോകുന്നത്. Okay, and we'll avoid subsidies that could be challenged at the World Trade Organization. പിന്നെ പ്രിഫറൻഷ്യൽ ലോൺസ്. ഓക്കെ, ഈ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിന് അവർക്കൊരു ആ ഒരു കുറച്ചും കൂടി കോമ്പറ്റേറ്റീവ് ആവാൻ വേണ്ടിയിട്ട് വളരെ ലോ ഇൻട്രസ്റ്റിൽ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ മാർക്കറ്റ് ഡൈവേഴ്സിഫിക്കേഷനാണ്. അതായത് ഈ US മാർക്കറ്റിലോട്ടുള്ള ഒരുപാട് ആ ഒരു ഓവർ ഡിപ്പെൻഡൻസ് നമ്മൾ കുറച്ചിട്ട് വിൽ ബി പ്രൊമോട്ടിംഗ് എക്സ്പോർട്സ് ടു യൂറോപ്പ്, other Southeast Asian nations, Africa and Latin America. ഓക്കെ, സോ ഒരു എക്സ്പെക്റ്റഡ് ഔട്ട്കം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ ഏകദേശം $87 ബില്യൺ അടുത്തുള്ള ഒരു മാർക്കറ്റാണ് ഇപ്പോൾ അമേരിക്കൻ മാർക്കറ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. സോ വി വിൽ സേഫ് ഗാർഡ് ദി $87 ബില്യൺ വർത്ത് ഓഫ് എക്സ്പോർട്സ് ടു US ഫ്രം മേജർ ലോസസ്. ഡൊമസ്റ്റിക് എക്സ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ഇംപ്രൂവ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, വിൽ ബി നമ്മുടെ പോർട്ടും ലോജിസ്റ്റിക്സും ബാക്കി ട്രേഡ് ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം നമ്മൾ ബെറ്റർ ആക്കും. സോ ഇറ്റ് വിൽ ബൂസ്റ്റ് ദി ഗ്ലോബൽ കോമ്പറ്റീറ്റീവ്നെസ്. ഓക്കെ, സോ അത് ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ വി ക്യാൻ കോമ്പീറ്റ് ബെറ്റർ ഡെസ്പൈറ്റ് ദി ഹയർ US ടാരിഫ്. സോ വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ന്യൂസ്, വിച്ച് ഇസ് ഡ്രോൺ വാർഫെയറിനെ കുറിച്ചുള്ളൊരു ന്യൂസാണിത്. ഓക്കെ, സോ ഇത് ശരിക്കും ഡ്രോൺസ് മെയിനായിട്ട് സീനിലോട്ട് കടന്നു വരുന്നത് 2020 നഗർണോ കറബാക്ക് വാറിലാണ്. ഈ നഗർണോ കറബാക്ക് എന്ന് പറയുന്ന സ്ഥലം അസർബൈജാനിലുള്ളതാണ്. ഓക്കെ, ഈ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായത് അർമീനിയയും അസർബൈജാനും തമ്മിലാണ്. ഓക്കെ, അർമീനിയൻസ് കൂടുതലുള്ളൊരു സ്ഥലമായിരുന്നു ഇത്, അതിൻ്റെ പേരിലുള്ളൊരു കോൺഫ്ലിക്റ്റ് ആയിരുന്നു. ഓക്കെ, സോ അവിടെയാണ് ഈ ഒരു ഡ്രോൺസ് ശരിക്കൊരു ഗെയിം ചേഞ്ചറായിട്ട് മാറിയത്. ഓക്കെ, 2020 ഈ നഗർണോ കറബാക്ക് വാറിൽ വെറും ഒരു ഫ്ലൈയിങ് ക്യാമറാസ് ആയിരുന്നില്ല അത്. ദേ വർ ആക്ച്വലി ഡിസ്ട്രോയിങ് ടാങ്ക്സ്, ആർട്ടിലറീസ് ആൻഡ് ബങ്കേഴ്സ് വിത്ത് ഗ്രേറ്റ് അക്യുറസി. ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മളും ഒരുപാട് ഡ്രോൺസ് ഉപയോഗിച്ചിരുന്നു അല്ലേ. സോ ഡ്രോൺസിന് ഇറ്റ് ക്യാൻ ഡു ബോത്ത് ജോബ്സ്. അതിനെ എനിമിയെ വാച്ച് ചെയ്യാനും പറ്റും ആൻഡ് ഇറ്റ് ക്യാൻ ഹിറ്റ് ദം വെരി പ്രിസൈസ്ലി. സോ ഇന്ത്യയിൽ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രോൺസ് നമുക്ക് വളരെയധികം ആവശ്യമാണ്. നമുക്ക് ഈ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയാസ്, നമ്മുടെ ഈ ലഡാക്കും സിയാച്ചിനൊക്കെ പ്രശ്നമുള്ള സ്ഥലങ്ങളായതുകൊണ്ട് നമുക്ക് അവിടെ ഇപ്പോൾ സോൾജേഴ്സിന് ആ ഒരു നമ്മൾ പറഞ്ഞല്ലോ, അതായത് അവിടുത്തെ ആ ഒരു തണുപ്പ് വളരെയധികം പ്രശ്നമാണ്. സോ അങ്ങോട്ട് സോൾജേഴ്സിന് വിടാതെ തന്നെ നമുക്ക് അവിടെ വാച്ച് ചെയ്യാനുള്ള സെറ്റപ്പ് നമുക്ക് ഡ്രോണ് ഒരുക്കി തരുന്നതാണ്. ഓക്കെ, സോ വി ക്യാൻ വാച്ച് ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയാസ് ലൈക്ക് സിയാച്ചിൻ വിതൗട്ട് സെൻഡിങ് സോൾജേഴ്സ് ഇൻ ടു ദ ഡേഞ്ചർ. പിന്നെ ടാർഗറ്റ്സ് ഒക്കെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ഹിറ്റ് ദി ടാർഗറ്റ് വെരി അക്യുറേറ്റ്ലി. ഓക്കെ, വിത്ത് മിനിമൽ കൊളാറ്ററൽ ഡാമേജ്. And it can also help us to keep an eye on the seas to track the ships and submarines, okay, near disputed maritime zones with Pakistan and China. So it is basically like moving from a spy camera in the sky to a sniper in the sky. 2024 ഇന്ത്യ അമേരിക്കയുടെ കയ്യിൽ നിന്നും ഈ 31 MQ-9B റീപ്പർ ഡ്രോൺസ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിൻലി 2 വേർഷനാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഒന്ന് സ്കൈ ഗാർഡിയനും ഒന്ന് സീ ഗാർഡിയനും. സ്കൈ ഗാർഡിയൻ ഈ ലാൻഡ് ബേസ്ഡ് മിഷൻസിന് വേണ്ടിയുള്ളതാണ്. സീ ഗാർഡിയൻ ആ പേരിലുള്ളത് പോലെ തന്നെ മാരിടൈം സർവൈലൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. റൈറ്റ് നൗ ഇന്ത്യ ഈ ഇസ്രായേലിന്റെ ഹെയറോൺ എന്ന് പറയുന്ന വേറെ 2 ഡ്രോണുകളുണ്ട്. ഇസ്രായേലിന്റെ ഹാരോപ്പ് അത് കെമിക്കസ് ഡ്രോൺസ് ആണ്. ഓക്കെ, ഇറ്റ് വിൽ ക്രാഷ് ഇൻ ടു ദി ടാർഗറ്റ്. ഓക്കെ, ഒരു സൂയിസൈഡ് ഡ്രോൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കെമിക്കസ് ഡ്രോൺസ് എന്താണെന്നുള്ളത്.
പിന്നെ ഇസ്രായേലിൻ്റെ ഹെറോൺ എന്നുള്ളത് ലോങ് റേഞ്ച് സർവൈലൻസ് ഡ്രോണുകളാണ്. ഓക്കെ, so some are older imported models, and there are some few Indian made ones also in India. Okay, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇന്ത്യയിൽ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ചൈനയും പാകിസ്ഥാൻ്റെയും ഒക്കെ കാര്യം എടുക്കുമ്പോൾ ഇന്ത്യയുടെ ബോർഡർ വിത്ത് പാകിസ്ഥാൻ ആൻഡ് ചൈന ഒരു ഹൈ ഓൾട്ടിറ്റ്യൂഡ് ടെറൈൻ ആണ് അല്ലേ. സോ വി നീഡ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് സർവൈലൻസ് ഡ്രോൺസ്. പിന്നെ വി നീഡ് ലാർജ് ലോങ് റേഞ്ച് ഡ്രോൺസ്. ഓക്കെ, അതായത് വളരെ ഹെവി വെപ്പൺസ് ഈ ഡ്രോൺസിന് ക്യാരി ചെയ്യാൻ പറ്റണം. വളരെ പ്രിസിഷൻ സ്ട്രൈക്സ് നടത്താൻ കേപ്പബിൾ ആയിട്ടുള്ള ഡ്രോൺസ് ആണ് നമുക്ക് വേണ്ടത്. ആൻഡ് അതേപോലെ തന്നെ ഇത് ലാർജ് ഡ്രോൺസ് നമുക്ക് വേണം, സ്മോൾ ഡ്രോൺസും വേണം. ഓക്കെ, വളരെ ക്വിക്കായിട്ടുള്ള അക്യുറേറ്റ് അറ്റാക്കുകൾ നടത്താൻ വേണ്ടിയിട്ട് ചീപ്പായിട്ടുള്ള ഡ്രോണുകളുടെ ആവശ്യം നമുക്കുണ്ട്. ഓക്കെ, സോ കറണ്ട് ഡ്രോൺസ് മീറ്റ് ഓൺലി സം ഓഫ് ദീസ് നീഡ്സ്. Okay, so instead of depending mainly on buying US drones, ഇന്ത്യ ആ ഒരു സോഴ്സ് ഡൈവേഴ്സിഫൈ ചെയ്യാനാണ് ഇപ്പോൾ നോക്കുന്നത്. ആൻഡ് വി ആർ ഫോക്കസിങ് മോർ ഓൺ മേക്കിംഗ് ഓർ വേറെ ഏതെങ്കിലും രാജ്യത്തിൻ്റെ കൂടെ ചേർന്നിട്ട് ഒരു അഡ്വാൻസ്ഡ് ഡ്രോൺസ് സെറ്റപ്പ് ചെയ്തെടുക്കാനാണ് നമ്മളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ബേസിക്കലി ഇന്ത്യയുടെ ഇപ്പോൾ കറൻ്റ്ലി ഉള്ള ഒരു ഡ്രോൺ ഫ്ലീറ്റ് ഇറ്റ് ഈസ് ഗുഡ്, പക്ഷെ അത് പെർഫെക്റ്റ് അല്ല. ദ എയിം നൗ ഈസ് ടു ഹാവ് ദി റൈറ്റ് ഡ്രോൺസ് ഫോർ എവറി ടൈപ്പ് ഓഫ് മിഷൻ. ഓക്കെ, അതായത് ഇനി ഒരിക്കലും യു എസിന് ഒരുപാട് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നാൽ ശരിയാവില്ല എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, നമ്മുടെ ഒരു ഡ്രോൺ ഫ്ലീറ്റ് നല്ലതാണ്, അത് പെർഫെക്റ്റ് അല്ല. ദ എയിം നൗ ഈസ് ടു ഹാവ് ദ റൈറ്റ് ഡ്രോൺസ് ഫോർ എവറി ടൈപ്പ് ഓഫ് മിഷൻസ് വിതൗട്ട് ബീങ് ഓവർലി ഡിപ്പെൻഡൻറ്റ് ഓൺ ദി യു എസ്. സോ നമ്മൾ ഡ്രോൺസിൻ്റെ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ 8% മാത്രമേ അമേരിക്ക ഡ്രോണുകൾ ഉണ്ടാക്കി വിടുന്നുള്ളൂ. അവർക്ക് ഒരുപാട് എക്സ്പോർട്ട് റൂൾസ് ഒക്കെ ഉണ്ട്. അത് കാരണം ഈ നമ്മുടെ ചൈനയും ടർക്കിയും ഒക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ആൾക്കാർ. ഓക്കെ, ഉമ്മരാണ് ഈ ഡ്രോൺ ഉണ്ടാക്കിയിട്ട് വിൽക്കുന്നതിൻ്റെ മെയിനായിട്ടുള്ള പരിപാടി ഉള്ളത് ചൈനയ്ക്കും ടർക്കിക്കുമാണ്. ഓക്കെ, ഈ അമേരിക്കയുടെ കാര്യം എടുക്കുമ്പോൾ ഇവർക്ക് ഒരുപാട് എക്സ്പോർട്ട് റൂൾസ് ഉണ്ട് അല്ലേ. അതായത് ഒരുപാട് നിയമങ്ങളും മറ്റ് ട്രാപ്പുകളൊക്കെ ഉണ്ട്. അത് ഉള്ളത് കൊണ്ട് തന്നെ ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഓക്കെ, ചൈനയാണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് എക്സ്പോർട്ടർ. ഓക്കെ, പക്ഷേ ഈ ഒരുപാട് ഏഷ്യൻ കൺട്രീസ്, ഇപ്പോൾ വിയറ്റ്നാം, ഫിലിപ്പീൻസ്, തായ്വാൻ, സൗത്ത് കൊറിയ, ജപ്പാനൊക്കെ നമുക്ക് ഈ സൗത്ത് ഈസ്റ്റ് നേഷൻസ് എടുക്കുമ്പോൾ ചൈനയാണ് ഇവരുടെ ഏറ്റവും വലിയ ത്രെട്ട് ഇപ്പോൾ. ഓക്കെ, അതുകൊണ്ട് ചൈനനെ ഇവർ വിശ്വസിക്കുന്നില്ല. ഇവർക്ക് ഈ ഡ്രോണുകൾ വാങ്ങിക്കുന്നത് തന്നെ ചൈനനെ ഒരു സർവൈലൻസിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇവർ ഈ ഡ്രോണുകൾ ഈ സൗത്ത് ഈസ്റ്റ് നേഷൻസിന് ആവശ്യം മെയിനായിട്ട് ചൈനനെ ആ ഒരു സർവൈലൻസിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദ നീഡ് ഡ്രോൺസ് ഫോർ മാരിടൈം സർവൈലൻസ് അഗെയിൻസ്റ്റ് ചൈന. ഓക്കെ, മെയിനായിട്ട് ചൈനയുടെ ഈ സൗത്ത് ചൈന സീയിലുള്ള ചൈനയുടെ ആ ഒരു കുറച്ച് പരിപാടികളും തായ്വാൻ സ്ട്രൈറ്റ് ഒക്കെ ഫുള്ള് പ്രശ്നത്തിലാണ്. ഓക്കെ, സോ അതുകൊണ്ട് ചൈനേനെയാണ് ഇവർ മെയിനായിട്ട് ഇവർക്ക് വീക്ഷിക്കേണ്ടത്. ഓക്കെ, സോ അതിന് വേണ്ട ഡ്രോണുകൾ ചൈനയുടെ അടുത്ത് നിന്ന് തന്നെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. പിന്നെ ടർക്കി വളരെ പവർഫുൾ ആയിട്ടുള്ള ഡ്രോൺസ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ ഇങ്ങോട്ട് വിട്ടത് ടർക്കി എന്നുള്ള ഡ്രോണുകളാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ടർക്കിയായിട്ടുള്ള ബന്ധം ഇത്തിരി പ്രശ്നത്തിലാക്കിയിരിക്കുകയാണ്. അല്ലെങ്കിലും നമുക്ക് ടർക്കി ആയിട്ടുള്ളത് വളരെ മോശം റിലേഷൻസ് ആണ്. ഓക്കെ, സോ ഇവരുടെ കയ്യിലാണ് അഫോർഡബിൾ ആയിട്ടുള്ള ഡ്രോൺസ് ഉള്ളത്. വളരെ പവർഫുൾ ആയിട്ടുള്ള അഫോർഡബിൾ ഡ്രോൺസ് ഉള്ളത് ടർക്കിയുടെ അടുത്താണ്. സോ ഇന്ത്യക്ക് ടർക്കി ആയിട്ടുള്ളത് വളരെ മോശം റിലേഷൻസ് ആയതുകൊണ്ട് സോ ബൈയിങ് ഇറ്റ് ഫ്രം ദം ഇറ്റ് ഈസ് ഇൻ റിയലിസ്റ്റിക്. ഓക്കെ, ഇപ്പോൾ ഇസ്രായേലിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഇസ്രായേൽ ഈസ് നോർമലി എ ബിഗ് ഡ്രോൺ സപ്ലയർ. ഓക്കെ, പക്ഷെ അവർക്ക് അല്ലെങ്കിൽ സാധനങ്ങൾ തികയുണ്ടാവില്ല. ഓക്കെ, അത്രത്തോളം ഫൈറ്റുകളാണ് അവരിപ്പോൾ വെസ്റ്റ് ഏഷ്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ അവർക്ക് സാധനങ്ങൾ കൊടുക്കാനില്ല, അവർക്ക് ഉപയോഗിക്കാനുള്ളതേ ഉള്ളൂ. സോ ഇന്ത്യ കാൺ റിലേ ഓൺ ഇറ്റ് ഫുള്ളി റൈറ്റ് നൗ. സോ ഇൻ ഷോർട്ട് വി ക്യാൻ സേ ദാറ്റ് ഈ ടോപ്പ് ഡ്രോൺ മേക്കേഴ്സ് ദേ ആർ ഈദർ പൊളിറ്റിക്കലി ഡിഫിക്കൽട്ട് പാർട്ട്നേഴ്സ് ഓർ ടൈഡ് അപ്പ് വിത്ത് ദെയർ ഓൺ പ്രോബ്ലംസ്. ഓക്കെ, നമ്മൾ ഇസ്രായേലിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞല്ലോ. സോ ഇന്ത്യ നീഡ്സ് ടു ബി സ്മാർട്ട്, ഓക്കെ, അബൌട്ട് വേർ ആൻഡ് ഹൗ ഇറ്റ് ഗെറ്റ്സ് ദീസ് കൈൻഡ് ഓഫ് അഡ്വാൻസ്ഡ് ഡ്രോൺസ്. സോ നമ്മൾ ഈ അമേരിക്കയുടെ കാര്യം പറഞ്ഞു. അമേരിക്കനെ അങ്ങനെയാണ് കംപ്ലീറ്റ്ലി നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു കേസിൽ. ഓക്കെ, അവരാണെന്നുണ്ടെങ്കിൽ ഇൻഡോ പസഫിക് റീജിയനിലോട്ടൊന്നും അധികം ഈ സാധനങ്ങൾ വിൽക്കൊന്നുമില്ല. സോ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ഉണ്ടാക്കാം. ഓക്കെ, നമുക്കൊന്നെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തിൻ്റെ കൂടെ കൊളാബ് ചെയ്തിട്ട് ഉണ്ടാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഫോർ വി ക്യാൻ ഡിസൈൻ അവർ ഓൺ ഡ്രോൺസ് ഫോർ മാരിടൈം പെട്രോൾ ആൻഡ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് മിഷൻസ്. ഓക്കെ, അത് നമ്മുടെ ട്രേഡിനെ വളരെയധികം ബൂസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ ഈ ഒരു റീജിയനിൽ നമ്മുടെ ആ ഒരു സ്ട്രാറ്റജിക് ഇൻഫ്ലുവൻസ് വളരെയധികം കൂട്ടാൻ സഹായിക്കും. റീജിയണൽ സെക്യൂരിറ്റി കോഓപ്പറേഷനും ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതായിരിക്കും. പക്ഷെ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ടു മച്ച് ബ്യൂറോക്രസിയാണ്.
ഓക്കെ, അതായത് മെയിൻലി ഡിഫൻസ് സെക്ടറൊക്കെ ഡോമിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് ആണ്. മെല്ലെ ഇഴഞ്ഞ് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ് ഇതിൽ ഡോമിനേറ്റ് ചെയ്യുന്നത് ഈ ഒരു സെക്ടറിൽ. ഓക്കെ, ഇതെല്ലാം പ്രശ്നമാണ്. സോ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ഇതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ സ്ട്രോങ് ടൈപ്പ് വെക്കാൻ പറ്റിയ ഡ്രോൺസ് ഉണ്ടാക്കുന്നത് ഇസ്രായേലാണ്. ഓക്കെ, സോ വി ക്യാൻ യൂസ് ദി സ്ട്രോങ് ടൈസ് വിത്ത് ഇസ്രായേൽ ടു മേക്ക് സം അഡ്വാൻസ്ഡ് ഡ്രോൺസ്. അതേപോലെ വി ക്യാൻ മേക്ക് ജോയിന്റ് വെഞ്ചേഴ്സ് വിത്ത് അതർ കൺട്രീസ്. ഈ ഒരു ടെക്നോളജിക്കൽ ഷെയറിംഗ് എഗ്രിമെന്റ്സ് ഒക്കെ നമുക്ക് വെക്കാം വിത്ത് ഈ ഇൻഡോ പെസിഫിക് നേഷൻസ്, വിത്ത് ഫ്രണ്ട്ലി ഇൻഡോ പെസിഫിക് നേഷൻസ്. ആൻഡ് വി ക്യാൻ ഗ്രോ അ ഡൊമസ്റ്റിക് ഡ്രോൺ ഇൻഡസ്ട്രി. അതേപോലെ അതിലൂടെ തന്നെ വി ക്യാൻ ആ ഒരു ട്രസ്റ്റ് നമുക്ക് കുറച്ചും കൂടി ബിൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഒരു ട്രസ്റ്റ് ബേസ്ഡ് പാർട്ട്ണർഷിപ്പ് കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് ബിൽഡ് ചെയ്യാം. സോ ബേസിക്കലി ഇന്ത്യ ഹാസ് എ ചാൻസ് ടു ബി ദി ഡ്രോൺ ഹബ് ഓഫ് ഇൻഡോ പെസിഫിക്. പക്ഷേ ആ ഒരു റെഡ് ടേപ്പിസോ ഒക്കെ നമ്മൾ കട്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ പ്രൈവറ്റ് പ്ലേയേഴ്സിനെ ഗെയിമിലോട്ട് കൊണ്ടുവരണം. ആൻഡ് വി മസ്റ്റ് വർക്ക് ക്ലോസ്ലി വിത്ത് ദി ട്രസ്റ്റഡ് പാർട്ട്നേഴ്സ്. സോ വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ന്യൂസ്, വിച്ച് ഈസ്, സോ ഇത് അക്കാഡമിക് ഫ്രീഡം ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ന്യൂസാണ്. അക്കാഡമിക് ഫ്രീഡം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് സ്റ്റുഡൻസും ടീച്ചേഴ്സും തമ്മിൽ ദേ ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ് വെരി ഫ്രീലി. അതിനൊക്കെ, അതായത് പരസ്പരം ആ ഒരു ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റണം. ആൻഡ് ആ ഒരു എന്തെങ്കിലും ഒരു ഐഡിയാസിനെ, അത് സംശയകരമായിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങളാണെന്നുണ്ടെങ്കിൽ ഐഡിയാസിനെ നമ്മൾ ഡൗട്ട് ചെയ്യാം. അതേപോലെ ഇറ്റ് ക്യാൻ തിങ്ക് ഫോർ ദംസെൽഫ് വിതൗട്ട് എനി ഫിയർ. ഓക്കെ, അതായത് നോളേജ് എപ്പോഴും വളരുന്നത് ആ ഒരു പഴയ ഐഡിയാസിനെ ചാലഞ്ച് ചെയ്യുമ്പോഴാണ്. അല്ലാണ്ട് അതിനെ ബ്ലൈൻഡ്ലി നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ആ ഒരു നോളജ് വർദ്ധിക്കില്ല. ഓക്കെ, എല്ലാത്തിനെയും അതെല്ലാം തെറ്റാണ് എന്ന് പറയാനല്ല. അപ്പോൾ നോളജ് ഗ്രോസ് വെൻ പീപ്പിൾ ചാലഞ്ച് ഓൾഡ് ഐഡിയാസ് ഇൻസ്റ്റെഡ് ഓഫ് ബ്ലൈൻഡ്ലി അക്സെപ്റ്റിംഗ് ദം. സോ യൂണിവേഴ്സിറ്റീസ് ദേ ഷുഡ് ചൂസ് വാട്ട് ടു ടീച്ച്, വാട്ട് ടു റിസർച്ച് ആൻഡ് ഹൂ ടു ഇൻവൈറ്റ് ഫോർ ടോക്സ്. ഓക്കെ, അതൊരിക്കലും ഒരു ഔട്ട്സൈഡ് അതോറിറ്റി ആയിരിക്കരുത് തീരുമാനിക്കേണ്ടത്. എന്ത് പഠിപ്പിക്കണം, എന്തിൽ റിസർച്ച് ചെയ്യണം, അതേപോലെ ആരെ എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടി ആരെ വിളിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് യൂണിവേഴ്സിറ്റീസ് ആയിരിക്കണം. അവിടെയുള്ള ടീച്ചേഴ്സും സ്റ്റുഡൻസും ആയിരിക്കണം. ഓക്കെ, വലിയ വലിയ ഡിസ്കവറീസ് ഒക്കെ അവിടെ വരണമെന്നുണ്ടെങ്കിൽ, ഫോർ ബിഗ് ഡിസ്കവറീസ് ടു ഹാപ്പൻ, ഈ ഒരു റിസർച്ചേഴ്സ് ദേ നീഡ് ദി ഫ്രീഡം ടു എക്സ്പ്ലോർ ആൻഡ് ദേ ഗെറ്റ് ആൻഡ് ദേ വാണ്ട് ഫണ്ടിങ് ബേസ്ഡ് ഓൺ എക്സ്പേർട്ട് റിവ്യൂസ്. ഓക്കെ, നോട്ട് പൊളിറ്റിക്സ് ഓർ പ്രഷർ. ബേസിക്കലി ഈ ഒരു സ്വാതന്ത്ര്യം നമുക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ, ഓക്കെ, ചിന്തിക്കാനും അതേപോലെ എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ ആ ഒരു റിയൽ ലേണിംഗ് ആൻഡ് ഇന്നോവേഷൻ ഇറ്റ് വോണ്ട് ഹാപ്പൻ. അതായത് ഔട്ട്സൈഡ് അതോറിറ്റീസ് ആണ് ഇവിടെ തീരുമാനം എടുക്കുന്നത്. എന്താണ് പഠിപ്പിക്കുന്നത്, എന്താണ് പഠിപ്പിക്കേണ്ടത്, ഏത് ബുക്കാണ് വായിക്കേണ്ടത് എന്നതിലൊക്കെ ഔട്ട്സൈഡ് അതോറിറ്റീസ് ഇപ്പോൾ ഒരുപാട്, അതായത് യൂണിവേഴ്സിറ്റീസിലുള്ള അവരുടെ ആ ഒരു കടന്നുകയറ്റം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ഇപ്പോൾ NCERTസിലൊക്കെ വളരെ വലിയ മാറ്റമാണ് സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, ചരിത്രമൊക്കെ ആകെ തിരുത്തുകയാണ് അവർ ചരിത്രം. ഓക്കെ, സോ ദി അൺയൂഷ്വൽ ഓർ ക്രിട്ടിക്കൽ റിസർച്ച് ഇൻ സബ്ജക്ട്സ് ലൈക്ക് ഹിസ്റ്ററി ഓർ സോഷ്യോളജി ഇറ്റ് ഗെറ്റ്സ് ബ്ലോക്ക്ഡ്. ഓക്കെ, അതായത് ഈ റിസർച്ച് മണി ഏറ്റവും കൂടുതൽ വരുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നാണ്. ഓക്കെ, എന്തെങ്കിലും റിസർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പൈസ വേണമല്ലോ. സോ ആ ഒരു റിസർച്ചേഴ്സിന്, അപ്പോൾ ആ ഒരു റിസർച്ചേഴ്സ് ദേ കാൺ ബി ഫുള്ളി ഇൻഡിപെൻഡന്റ്. ഓക്കെ, ആ ഒരു പൈസ സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് കിട്ടണം. ഓക്കെ, അതൊരു അവകാശമാണ്, അതൊരിക്കലും ഒരു ഔദാര്യമൊന്നും അല്ല. ഇപ്പോൾ നമ്മളിപ്പോൾ റൂളിംഗ് ഗവൺമെന്റിനെ പറ്റിയിട്ട് നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ, അവരുടെ ആ ഒരു ഗവൺമെന്റ് ഇഫ് ഇറ്റ് ഈസ് ഡിസ്കറേജ്ഡ്, ആ ഒരു ടീച്ചേഴ്സും സ്റ്റുഡൻസും ദേ ക്യാൻ ബി പണിഷ്ഡ് ഫോർ ഇറ്റ്. ഓക്കെ, അതേപോലെ ഈ ഗവൺമെന്റ് എംപ്ലോയീസിന് ഒരുപാട് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഇവന്റ്സിലോ അല്ലെങ്കിൽ ആക്ടിവിറ്റീസിലോ പോയിട്ട് ഈ റൂളിംഗ് ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യാനൊന്നും പറ്റില്ല. ഈവൺ ഇഫ് ഇറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ, അത് പണി കിട്ടും അവർക്ക്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഈ ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്സ് വേണമെന്ന് കരുതി തന്നെ അവോയ്ഡ് ചെയ്യുകയാണ്. ഓക്കെ, ബിക്കോസ് ദേ ഡോണ്ട് വാണ്ട് ടു അപ്സെറ്റ് ദോസ് ഇൻ പവർ. In short, we can say that your political control, the political control and fear, they are limiting free thinking, research and open discussion in universities. സോ യൂണിവേഴ്സിറ്റീസിന് സ്വാതന്ത്ര്യം വേണം. അതെങ്ങനെയാണ് ആ ഒരു യൂണിവേഴ്സിറ്റി നടത്തിക്കൊണ്ടുപോകുന്നത്, ലൈക്ക് ദേ നീഡ് ഫ്രീഡം ഇൻ ഹൗ ദേ റൺ ആൻഡ് എങ്ങനെയാണ് അവർ പൈസ ചിലവാക്കേണ്ടത്, അവരെങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് എന്നുള്ളതൊക്കെ കംപ്ലീറ്റ് സ്വാതന്ത്ര്യം യൂണിവേഴ്സിറ്റീസിന് വേണം. ഓക്കെ, അതൊരു ജനാധിപത്യത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഡെമോക്രസി ആൻഡ് ഡെമോക്രസി, ന്യൂ ഐഡിയാസ് ആൻഡ് കണക്ടിങ് വിത്ത് സൊസൈറ്റി. ഓക്കെ, സോ യൂണിവേഴ്സിറ്റീസ് നീഡ് ഫ്രീഡം ഇൻ ഹൗ ദേ റൺ, ഹൗ ദേ സ്പെൻഡ് മണി ആൻഡ് വാട്ട് ദേ ടീച്ച്. അവർ ആൻസറബിൾ ആവേണ്ടത് ആ ഒരു പ്രോപ്പർ ഇന്റേണൽ സിസ്റ്റം ഉണ്ടല്ലോ, അവരുടെ ഉള്ളിലുള്ള ആ ഒരു സിസ്റ്റത്തോടായിരിക്കണം അവർ ആൻസറബിൾ ആവേണ്ടത്. ഓക്കെ, ആൻഡ് വിത്ത് ഗുഡ് മാനേജ്മെന്റ്.
ഒരിക്കലും പൊളിറ്റീഷ്യൻസിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു അവസ്ഥ വരരുത്. ഓക്കെ, നോട്ട് ബൈ പൊളിറ്റീഷ്യൻസ് കൺട്രോളിങ് ദം, ദേ ഷുഡ് ബി ആൻസറബിൾ ത്രൂ പ്രോപ്പർ ഇന്റേണൽ സിസ്റ്റം ആൻഡ് ഗുഡ് മാനേജ്മെന്റ്. ഇപ്പോൾ റാങ്കിങ്സിൻ്റെ ഒക്കെ കാര്യം എടുക്കുമ്പോൾ, യൂണിവേഴ്സിറ്റി റാങ്കിങ്സിൻ്റെ ഒക്കെ കാര്യം എടുക്കുമ്പോൾ നമുക്കറിയാം റാങ്കിങ്സ് ഒക്കെ പകുതിയും തട്ടിപ്പാണ്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് പെർഫെക്റ്റ്. പക്ഷേ ഈ ഒരു റാങ്കിങ്സ് ഉള്ളതുകൊണ്ട് ഇറ്റ് ക്യാൻ മേക്ക് യൂണിവേഴ്സിറ്റീസ് മോർ ട്രാൻസ്പാരൻറ്റ് ടു ദ പബ്ലിക്. ഓക്കെ, അതേപോലെ ഈ UGC ഉണ്ടല്ലോ, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ. സോ ഇതിൻ്റെ ഒരുപാട് യൂണിവേഴ്സിറ്റീസിന് മേലെ വെക്കുന്ന UGCയുടെ ആ ഒരു കൺട്രോൾ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, റൂൾ ഷുഡ് ബി റിഫോംഡ് സോ ദാറ്റ് യൂണിവേഴ്സിറ്റീസ് ആർ ഇൻ ഓൾ ഫോഴ്സ് ടു ബി ദി സെയിം. ഓക്കെ, വെറൈറ്റി ഐഡിയാസ് ഒക്കെ നമ്മൾ എൻകറേജ് ചെയ്യണം. ഓക്കെ, അതേപോലെ ആ ഒരു ക്രിയേറ്റിവിറ്റി, ഓക്കെ, അതാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. സോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് യൂണിവേഴ്സിറ്റീസ്, ദേ ഷുഡ് ലീഡ് ബെറ്റർ ഐഡിയാസ്, ഇന്നോവേഷൻ ആൻഡ് അക്കൗണ്ടബിലിറ്റി വിത്തൗട്ട് പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ്. സോ നമുക്കറിയാം നമ്മുടെ ഫ്രീഡം ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആവുന്നത് ഈ ഡിക്റ്റേറ്റർഷിപ്പ് ഒക്കെ വരുമ്പോഴാണ് അല്ലേ. സോ ഈ ഒരു ലിമിറ്റ്സ് ഓൺ അക്കാഡമിക് ഫ്രീഡം, it happens not just in dictatorship but also in some democracies. ഓക്കെ, അർജന്റീന, ഹംഗറി, ടർക്കി, ഓക്കെ, ഇവിടെയൊക്കെ നമുക്കിത് കാണാൻ പറ്റും. ചൈനയിലാണെന്നുണ്ടെങ്കിൽ ചൈനയിൽ ഈ സോഷ്യൽ സയൻസ് ഉണ്ടല്ലോ, സോഷ്യൽ സയൻസസ് ദേ ഫേസ് റെസ്ട്രിക്ഷൻസ്. ഓക്കെ, ഇറ്റ് ഫേസ് റെസ്ട്രിക്ഷൻസ്. പക്ഷേ ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ദേ സ്റ്റിൽ ഹയർ ബേസ്ഡ് ഓൺ മെറിറ്റ് ആൻഡ് ഓൾ. ഇപ്പോൾ റീസെൻ്റ്ലി അമേരിക്കയിൽ നമുക്കറിയാം ട്രംപിനെതിരെ സംസാരിക്കുന്ന സ്റ്റുഡൻസിന്, അല്ലെങ്കിൽ ആ ഒരു ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പ്രൊട്ടസ്റ്റൊക്കെ അവിടെ നടന്നുകൊണ്ട് ട്രംപ് ഈ അവർക്ക് കിട്ടുന്ന റിസർച്ചിനൊക്കെ കൊടുക്കുന്ന ഫണ്ടൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ന്യൂ റൂൾസ് were put to and it had lead to the academic strength at risk. ഓക്കെ, ഫണ്ട് കട്ട് ചെയ്തു, പുതിയ റൂൾസ് കൊണ്ടുവന്നു. ഓക്കെ, അതെല്ലാം അവിടുത്തെ ഒരു ടോട്ടൽ റിസർച്ച് സ്റ്റുഡൻസിനെ, ഒരു അക്കാഡമിക് സ്ട്രെങ്ത്തിനെ തന്നെ കംപ്ലീറ്റ്ലി ഒരു പ്രശ്നത്തിലാക്കിയിരിക്കുകയാണ്. ഓക്കെ, സോ ദി ഗവൺമെൻറ് ഓഫൺ കൺട്രോൾ യൂണിവേഴ്സിറ്റീസ് ടു സ്റ്റോപ്പ് ക്രിറ്റിസിസം. അവരുടെ ഒരു ഐഡിയോളജി പുഷ് ചെയ്യാനാണ് അവർ നോക്കുന്നത്. ഓക്കെ, ഓർ ബിക്കോസ് യൂണിവേഴ്സിറ്റീസിന് ഈ ഒരു റിസർച്ചിലൊക്കെ, അതായത് ഈ ഒരു പൈസ കൊടുക്കുന്നത് ഗവൺമെൻറ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഡിപ്പെൻഡൻസ് അതിന് ചൂഷണം ചെയ്യുകയാണ് ശരിക്കും ഗവൺമെൻറ് ചെയ്യുന്നത്. സോ ഈ ഒരു അക്കാഡമിക് ഫ്രീഡം അത് മിസ്സാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ആൾക്കാർ സഫർ ചെയ്യും. ഓക്കെ, ഒരാളല്ല, അവിടെ റിസർച്ച് സ്റ്റുഡൻസ് സഫർ ചെയ്യും, ടീച്ചേഴ്സ് സഫർ ചെയ്യും, റിസർച്ച് തന്നെ ഇറ്റ് വിൽ സ്ലോ ഡൗൺ ദ റിസർച്ച്, ക്രിയേറ്റിവിറ്റി വളരെയധികം കുറയും. ആൻഡ് ഇൻ ദി ലോങ് റൺ ദ ഹോൾ സൊസൈറ്റി, എക്കോണമി ആൻഡ് പൊളിറ്റിക്സ്, ഇറ്റ് വിൽ ഓൾ ഗെറ്റ് ഹേർട്ട്. ഓക്കെ, വെൻ യൂണിവേഴ്സിറ്റീസ് കാൺട്ട് തിങ്ക് ഓർ സ്പീക്ക് ഫ്രീലി, എവരി വൺ ലോസസ്. ഓക്കെ.